കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. പക്ഷേ മാധ്യമങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ്റെ തിട്ടം, അതായത് വിലക്കാണ് ആ കാര്യത്തിൽ മാധ്യമപ്രവർത്തകരെ അങ്ങോട്ട് കയറ്റേണ്ടതില്ല എന്ന്. രാവിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർ അവിടെ എത്തി, ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെത്തി. അപ്പോഴേക്കും വരണാധികാരിയായ ജില്ലാ കളക്ടർ ഉത്തരവ് കൊടുത്തിരിക്കുന്നു പോലീസുകാർക്ക്. ഒരുത്തനെയും, ഈ മൈക്കിൻ്റെ കമ്പും കൊണ്ടുവരുന്ന ഒരുത്തനെയും അങ്ങോട്ട് കയറ്റണ്ട എന്നാണ് ജില്ലാ കളക്ടറായ കെ അരുൺകുമാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാണ് പോലീസുകാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ വലിയൊരു മതിൽ തന്നെ സൃഷ്ടിച്ചു, മാധ്യമപ്രവർത്തകർ കയറണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി, കെ വിജയൻ എന്ന് പറയുന്ന ജില്ലാ കളക്ടർക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടോ എന്നറിയില്ല. അതായത് ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണമായ ഒരു യാത്രയയപ്പ് യോഗമുണ്ട്. ആ യാത്രയയപ്പ് യോഗത്തിൽ ആരെയും, ഒരു മാധ്യമപ്രവർത്തകരെയും ഈ അരുൺ കെ വിജയനോ അതല്ലെങ്കിൽ ഇത് സംഘടിപ്പിച്ച റവന്യൂ ഉദ്യോഗസ്ഥന്മാരോ ആരും വിളിച്ചിരുന്നില്ല. പക്ഷേ ഒരു മാധ്യമപ്രവർത്തകൻ അവിടെ വന്നു. അയാൾ ക്യാമറമായിട്ട് വന്നു. ദിവ്യ വരുന്നതിന് തൊട്ട് മുമ്പ് അയാൾ വരികയും ദിവ്യ വന്നപ്പോൾ വരുന്നത് മുതൽ, വന്നിരിക്കുന്നത് മുതൽ, വന്ന് പ്രസംഗിക്കുന്നത് മുതൽ, പ്രസംഗിച്ചിട്ട് കസേര നീക്കി ഇറങ്ങിപ്പോകുന്നത് മുതൽ ഉള്ള എല്ലാം അദ്ദേഹം കവർ ചെയ്യുകയും ചെയ്തു. അന്ന് അരുൺ കെ വിജയൻ എന്ന് പറയുന്ന ഈ കളക്ടർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. എന്തുകൊണ്ട് വിളിക്കാത്ത യോഗത്തിൽ വന്നു എന്ന് ഒരു മാധ്യമപ്രവർത്തകനോടും ചോദിച്ചില്ല. ഈ ഒരാളെ വന്നുള്ള അയാൾ എന്തിനു വന്നു എന്ന് ചോദിച്ചില്ല. നിങ്ങൾക്കിവിടെ പ്രവേശനമില്ല എന്ന് അന്ന് ഈ കളക്ടർ പറഞ്ഞില്ല. കാരണം കളക്ടർ അത് വളരെ ആസ്വദിക്കുകയായിരുന്നു. കാരണം ഈ ദിവ്യ പറയുമ്പോൾ ഓരോ ചാട്ടുളിയായിട്ട് തൊട്ടടുത്തിരിക്കുന്ന ADMന് കൊള്ളുന്നതും ഒക്കെ കുനിഞ്ഞിരുന്ന് മൂക്കു ചൊറിഞ്ഞ് ആസ്വദിക്കുകയായിരുന്നു ഈ അരുൺകുമാർ എന്ന് പറയുന്ന, അരുൺ കെ വിജയൻ എന്ന് പറയുന്ന ഈ ജില്ലാ കളക്ടർ. ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടുകൂടാത്ത ആൾക്കാരായി മാറിയിരിക്കുന്നു. പോട്ടെ, അത് അരുൺകുമാറിൻ്റെ അധികാരമാണ്. കാരണം അദ്ദേഹം വരണാധികാരിയാണ്. വരണാധികാരി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആര് കടക്കണം, ഈച്ച കടക്കണോ ഈച്ച കടക്കണ്ടേ എന്ന് പോലും തീരുമാനിക്കാനുള്ള അധികാരം വരണാധികാരിക്കുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് തന്നെ അത് മാധ്യമപ്രവർത്തകർ അനുസരിക്കുകയും ചെയ്യുന്നു. അവർ പുറത്ത് കാത്തു നിൽക്കുകയാണ്. എന്തായാലും അവിടെ വോട്ടെടുപ്പ് നടക്കുന്നു. ഇന്ന് ഇങ്ങനെ വോട്ടെടുപ്പ് ഉണ്ടായ സാഹചര്യം നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങൾ വളരെ രൂക്ഷമാവുകയും പാർട്ടി ആദ്യമൊക്കെ PP ദിവ്യയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും പിന്നീട് അത് ഈ പത്തനംതിട്ട CPM ഘടകം കൂടി ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തപ്പോൾ CPMന് നേതൃത്വത്തിന് നടപടിയെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ PP ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നെ പാർട്ടിയിൽ നിന്നൊക്കെ നടപടിയെടുത്തു. അത് പിന്നീടാണ്, ഈ അടുത്ത കാലത്താണ്. അവർ ജയിലിൽ പോവുകയും ജയിലിൽ നിന്ന് മോചിതനാകുന്നതിൻ്റെ തലേ ദിവസമാണ് അവരുടെ പാർട്ടി നടപടിയെടുത്തത്. അത് വേറെ കാര്യം. എന്തായാലും അങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അങ്ങനെയാണ് അവിടെ ഒഴിവ് വന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും LDFൻ്റെ സ്ഥാനാർത്ഥി തന്നെ വിജയിക്കുമെന്നതിന് തർക്കമില്ല. കാരണം 24 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളാണ് അതിലുള്ളത്. ആ 24-ൽ 17 സീറ്റും LDFൻ്റേതാണ്. CPMൻ്റെയും CPയുടെ LDFൻ്റെയാണ് കൂടുതലും, ബഹുഭൂരിപക്ഷം CPMൻ്റെയാണ് കണ്ണൂർ ജില്ല ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും 17 സീറ്റ് LDFനുണ്ട്, 7 സീറ്റ് മാത്രമാണ് UDFനുള്ളത്. അതുകൊണ്ട് തന്നെ LDFൻ്റെ സ്ഥാനാർത്ഥി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ KK രത്നകുമാരി ആണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്നത്. രത്നകുമാരി തന്നെ ജയിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം വേറെ ഒന്നും അവിടെ മറിമായോ നടക്കാൻ സാധ്യതയില്ല. കാരണം 17-ഉം 7-ഉം തമ്മിൽ വളരെയധികം അന്തരമുണ്ട്. ഒരുപാട് കളിയൊന്നും കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ CPMൻ്റെ സ്ഥാനാർത്ഥി രത്നകുമാരി തന്നെ വിജയിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും കവർ ചെയ്യാൻ മാധ്യമങ്ങൾക്ക് അനുവാദമില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് മാധ്യമ വിലക്ക് എന്ന് പറയുമ്പോൾ ഇത് എന്താണ് ഈ കളക്ടർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഗവൺമെൻറ്റും അതിന് വളരെ അനുവാദം കൊടുത്തിരിക്കുന്നു, മൗനാനുവാദം കൊടുത്തിരിക്കുന്നു കളക്ടർക്ക്. കാരണം കളക്ടർ വരണാധികാരിയാണ്. വരണാധികാരി തീരുമാനിക്കുമ്പോൾ അതിൽ ഗവൺമെൻറ്റിന് ഇടപെടാൻ പറ്റില്ല എന്നുള്ള ന്യായം പറഞ്ഞുകൊണ്ട്, തൊടുന്യായം പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ വളരെ സൗകര്യപൂർവ്വം, സന്തോഷപൂർവ്വം ഈ മാധ്യമങ്ങൾ കയറാതിരിക്കുന്നത് ആസ്വദിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അരുൺ കെ വിജയൻ എന്നുള്ള കളക്ടർ ഇനിയും കണ്ണൂരിൽ കളക്ടറായിട്ടിരിക്കും. ഇനിയും ധാരാളം പ്രശ്നങ്ങളുണ്ടാകും. സ്വാഭാവികമായിട്ടും അവിടെയെല്ലാം ഈ കളക്ടർക്ക് മാധ്യമപ്രവർത്തകരെ തടയാൻ കഴിയുമോ എന്നാണ് നമ്മൾ ഇനി കാണേണ്ടത്. എന്തായാലും ഈ ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം മാധ്യമങ്ങളെ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കാം എന്നുള്ള ഒരു സൗജന്യ അനുവാദം ജില്ലാ കളക്ടർ കൊടുത്തിട്ടുണ്ട്.